ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തെ ഏകകണ്ഠമായി അപലപിച്ച് ജമ്മുകശ്മീർ നിയമസഭ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ വലിയ വർധനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി മരുന്ന് കേസിൽ ചലച്ചിത്ര താരങ്ങളായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും എക്സൈസിന് മുന്നിൽ ഹാജരായി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 26 പേർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ജമ്മുകശ്മീർ നിയമസഭ. ജമ്മുവിൽ ഇന്ന് ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ 2 മിനിറ്റ് മൌനം ആചരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്കെതിരെ നടന്ന ഹീനമായ ആക്രമണത്തെ നിയമസഭ ഏകകണ്ഠമായി അപലപിച്ചു. വിനോദസഞ്ചാരികൾക്കെതിരായ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ആക്രമണത്തിൽ അഗാധമായ ഞെട്ടലും വേദനയും പ്രകടിപ്പിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൌധരി പ്രമേയം അവതരിപ്പിച്ചു. അതിനിടെ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. വൈകുന്നേരം രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ്. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MD വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ സമ്മാനിക്കും. PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവർക്ക് പത്മഭൂഷണും IM വിജയൻ, K ഓമനക്കുട്ടിയമ്മ എന്നിവർക്ക് പത്മശ്രീയും സമ്മാനിക്കും. മലയാളികളുടെ പ്രിയ കഥാകാരൻ MD വിടവാങ്ങി 1 മാസം തികയുന്ന വേളയിലായിരുന്നു പുരസ്കാര പ്രഖ്യാപനം. ധ്യാൻചന്ദിന് ശേഷം പത്മഭൂഷൺ സ്വന്തമാക്കുന്ന ഹോക്കി താരം എന്ന നേട്ടത്തിന് ഉടമയാവുകയാണ് ശ്രീജേഷ്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മനുഷ്യസ്നേഹിയായ ഡോക്ടറാണ് ജോസ് പെരിയപ്പുറം. ദീർഘകാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നട്ടെല്ലായിരുന്നു IM വിജയൻ. നൃത്തമേഖലയിലെ സംഭാവനകൾക്കാണ് ചലച്ചിത്രതാരം ശോഭനയ്ക്ക് പത്മഭൂഷൺ സമ്മാനിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതം പരിഗണിച്ചാണ് K ഓമനക്കുട്ടിയമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചത്. സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിൽ വലിയ വർധനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016-ൽ 26% തനതു വരുമാനം 73%-ലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. 81,000 കോടി രൂപയാണ് നിലവിലെ തനതു വരുമാനം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്ന ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 വർഷം കൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വികസനം ഉണ്ടായോ എന്ന് വിലയിരുത്തേണ്ട സമയമായെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കാൻ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പുതിയ ഭൂനിയമ ഭേദഗതി പ്രകാരം പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ കഴിയും. 1964-ലെ കൃഷി ആവശ്യ പതിവ് ചട്ടവും 95-ലെ മുനിസിപ്പൽ ചട്ടം പ്രകാരവുമുള്ള ഭൂമിയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട്. ഇതും ക്രമീകരിക്കാൻ ഭേദഗതിയിലൂടെ കഴിയും. ഇതിനായി ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഏതൊക്കെ ചട്ടങ്ങൾ എന്തിനൊക്കെ ബാധകമെന്ന് ഷെഡ്യൂളായി ഉൾപ്പെടുത്തും. പട്ടയ ഭൂമിയിൽ നിർമ്മാണം നടത്തുന്നതിന് അനുമതി നൽകാൻ പുതിയ ചട്ടം വേണം. ഉയർന്ന നിർമ്മാണങ്ങൾക്ക് ഉയർന്ന ഫീസ് എന്നത് പരിശോധിക്കുമെന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ക്വാറികളുടെ അനുമതി സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി അമ്പലമുകളിലെ കിൻഫ്ര പെട്രോ കെമിക്കൽ പാർക്കിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി P രാജീവ്. പാർക്ക് പൂർത്തിയാകുന്നതോടെ 10,000 കോടി നിക്ഷേപവും 20,000 തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു. 1,200 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പാർക്ക് ഈ വർഷം തന്നെ പ്രവർത്തനക്ഷമമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിനോടനുബന്ധിച്ച് 5,000 കോടി രൂപ നിക്ഷേപമുള്ള BPCLന്റെ പോളി പ്രൊപ്പലിൻ പ്ലാന്റ് ആരംഭിക്കും. ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ എക്സൈസ് അന്വേഷണം പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ തസ്ലിമ സുൽത്താന, തസ്ലിമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, സുഹൃത്തായ ഫിറോസ് എന്നിവരെ ചോദ്യം ചെയ്തപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ എന്നിവർക്ക് എക്സൈസ് അന്വേഷണ സംഘം ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. തസ്ലിമയും നടന്മാരുമായി ആശയവിനിമയവും സാമ്പത്തിക ഇടപാടുകളും നടന്നതായി എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു. 3 പേരും ഇന്ന് രാവിലെ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഹാജരായി. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ എക്സൈസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിക്കുന്ന മെഗാ സൂംബ ഡിസ്പ്ലേ 2025 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ലഹരി വേണ്ട, പഠനമാണ് ലഹരി എന്നതാണ് പരിപാടിയുടെ പ്രമേയം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം 3 ബോംബ് ഭീഷണി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ക്ലിഫ് ഹൌസ്, ട്രാഫിക് കമ്മീഷണറുടെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഭീഷണി. പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണിയുടെ ചരിത്ര നിമിഷങ്ങളുടെ പ്രദർശനം, മാധ്യമ ചർച്ച, സംഗീത സന്ധ്യ, സമാപന സമ്മേളനം തുടങ്ങിയ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 2024 ഏപ്രിൽ 1 ആകാശവാണി തിരുവനന്തപുരം നിലയാങ്കണത്തിൽ ആരംഭിച്ച വർഷം മുഴുവൻ വിവിധ സ്ഥലങ്ങളിലായി നടത്തിവന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്നത്. ആന്റണി രാജു MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആകാശവാണി പ്രോഗ്രാം വിഭാഗം മേധാവി വി ശിവകുമാർ സ്വാഗതം ആശംസിക്കും. പ്രഭാവർമ്മ, അശ്വതി തിരുനാൾ, രാമവർമ്മ, MR ഗോപകുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി K സുബ്രഹ്മണ്യൻ അയ്യർ ഉപഹാര സമർപ്പണം നടത്തും. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് മാധ്യമലോകം വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം മേധാവി മയൂഷ AM ചർച്ചയിൽ ആമുഖ പ്രഭാഷണം നടത്തും. ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല മോഡറേറ്റർ ആകും. ലയസംഗമം, സംഗീത സന്ധ്യ എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് അരങ്ങേറും. വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത വികസനവും റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും സംസ്ഥാനത്ത് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യ മേഖലയിലെ മാറ്റങ്ങൾ വികസന രംഗത്ത് വിപ്ലവമാണ് സൃഷ്ടിക്കുന്നതെന്നും വികസനം, ക്ഷേമം, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയവ ഒരുക്കുകയാണ് തങ്ങളുടെ കാഴ്ചപ്പാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന കോഴിക്കോട് നോർത്ത് ജില്ലാ വികസിത കേരളം കൺവെൻഷൻ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ തുടങ്ങി. തുടർന്ന് നടക്കുന്ന ജില്ലാ നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സുപ്രധാന കോൺക്ലേവിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്ന് നടക്കുന്ന കർദിനാൾമാരുടെ സമ്മേളനത്തിലായിരിക്കും പ്രഖ്യാപനം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷമുള്ള കർദിനാൾമാരുടെ 5ാമത്തെ യോഗമാണ് ഇത്. ചട്ടമ്പി സ്വാമിയുടെ 101ാം സമാധി ദിനാചരണം നാളെ തിരുവനന്തപുരം കണ്ണമൂലയിലെ ജന്മസ്ഥാന ക്ഷേത്രത്തിൽ നടക്കും. രാവിലെ 5:30 നിർമ്മാല്യ ദർശനം ആരംഭിക്കും. വിഷബാധയേറ്റ മലപ്പുറം സ്വദേശിയായ ബാലിക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിഗുരുതരാവസ്ഥയിൽ തുടരുന്നു. കുട്ടി വാക്സിൻ എടുത്തിരുന്നു. ഈ മാസം 25-നാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. 6 വയസ്സുകാരിയായ കുട്ടിയുടെ തലയ്ക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന് ഇന്ന് മുതൽ രജിസ്റ്റർ ചെയ്യാം. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEഡുമാണ് അടിസ്ഥാന യോഗ്യത. അടുത്ത മാസം 28-ആണ് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അവസാന തീയതി. പാലക്കാട് അട്ടപ്പാടി കീരിപ്പാറ വനമേഖലയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. ആരോഗ്യസ്ഥിതി ഗുരുതരമായിരുന്ന ആനയെ വെറ്ററിനറി സർജൻമാർ എത്തി പരിശോധന നടത്തി. എങ്കിലും മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സ നൽകാൻ സാധിച്ചിരുന്നില്ല. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ രാത്രി 7:30-നാണ് മത്സരം. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2ാം മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാവിലെ 10 മണിക്ക് കൊളംബോയിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ ശ്രീലങ്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിന് അടുത്ത മാസം 3 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. www.dhsc.transfer.kerala.gov.in എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന ജില്ലാതലത്തിൽ വിഷയങ്ങൾ തിരിച്ചുള്ള തത്സമയ ഒഴിവുകൾ പോർട്ടലിൽ ലഭ്യമാണ്. കൊല്ലം പൂയപ്പള്ളിയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. ഭർത്താവ് ചന്തുലാൽ, ഭർത്തൃമാതാവ് ഗീതലാലി എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. 2019 മാർച്ച് 21-നാണ് കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാര മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തെ ഏകകണ്ഠമായി അപലപിച്ച് ജമ്മുകശ്മീർ നിയമസഭ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ വലിയ വർധനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിമരുന്ന് കേസിൽ ചലച്ചിത്ര താരങ്ങളായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും എക്സൈസിന് മുന്നിൽ ഹാജരായി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ ഇന്ന് സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.